മച്ചാന്മാരെ എൻ്റെ ഈ ചെറുപ്രായത്തിൽ തന്നെ ഒരുപാട് മുഖങ്ങൾ ഒരു ചെറു പുഞ്ചിരി കൊണ്ടുവരാൻ എന്നെക്കൊണ്ട് സഹായിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് മനസ്സുകളിൽ കുറച്ചധിക കാലം നീണ്ടു നിൽക്കുന്ന ഒരു സന്തോഷം കൊണ്ടുവരാൻ എന്നെക്കൊണ്ട് സഹായിച്ചിട്ടുണ്ട്. അതിനെല്ലാം ഏറ്റവും കൂടുതൽ എനിക്ക് നന്ദി പറയാനുള്ളത് നിങ്ങളോടാണ് കേട്ടോ. കാരണം നിങ്ങളുള്ളതുകൊണ്ടാണ് ഞാൻ എവിടെയെങ്കിലും എത്തിയത്. എവിടെയെങ്കിലുമൊക്കെ എത്തിയെന്ന് എനിക്ക് തോന്നുന്നത് നിങ്ങളൊക്കെ എൻ്റെ കൂടെ അത്രയ്ക്ക് സപ്പോർട്ട് നിൽക്കണോണ്ടാണ് കേട്ടോ. ഒരുപാട് പരിമിതികളിൽ നിന്നിട്ട് കഷ്ടപ്പെട്ടിട്ടും ഒഴിവ് സമയങ്ങളിൽ പണിക്ക് പോയിട്ടൊക്കെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നതും എല്ലാം ചെയ്യുന്നത്. അതെൻ്റെ ഒരു പൊട്ടിയ ഫോണിലാണ് ഞാൻ അത്രയും കാലം വീഡിയോ എടുത്തത്. അപ്പോൾ എൻ്റെ ആ പൊട്ടിയ ഫോണിൽ വീഡിയോ എടുക്കാൻ പറ്റാണ്ടായ സമയത്താണ് പത്മ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ വിഷ്ണുവേട്ടനെ പരിചയപ്പെടുകയും ട്രസ്റ്റിൻ്റെ പരിപാടിയിൽ വെച്ച് TCSൻ്റെ ഹെഡായ ദിനേശ് തമ്പി എന്ന് പറയുന്ന സാറിനെ ഞാൻ പരിചയപ്പെടുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ആ സാറാണ് കേട്ടോ എനിക്കൊരു ഫോൺ സ്പോൺസർ തന്നിട്ടുള്ളത്. അപ്പോൾ ആ ഫോൺ കാണിച്ചിട്ടുള്ള ഒരു വീഡിയോയും കൂടിയിട്ടാണത്. അപ്പോൾ അതിനെല്ലാം എനിക്ക് ഏറ്റവും കൂടുതൽ എത്ര പറഞ്ഞാലും മതി വരാത്തത് നിങ്ങളോടാണ് കേട്ടോ. കാരണം നിങ്ങളുള്ളതുകൊണ്ടാണ് കേട്ടോ എനിക്ക് ഇതുപോലൊരു ഗിഫ്റ്റ് കിട്ടിയത്. അപ്പം ഞാൻ ആ ഗിഫ്റ്റ് എനിക്ക് കിട്ടിയ ചെറിയൊരു ഫോണാണെങ്കിലും എനിക്ക് ആ ഫോൺ കൊണ്ട് തൽക്കാലം പിടിച്ചു നിൽക്കാനുള്ള ഒരു വഴിയാണ് കേട്ടോ സാർ എനിക്ക് കാണിച്ചു തന്നത്. പക്ഷെ ഞാൻ അവൻ്റെ അടുത്ത് മനസ്സിലാക്കിയത് അവൻ്റെ പരിമിതികളിൽ നിന്ന് തന്നെ അവൻ ആ ഒരു ഫോൺ പോലും ശരിക്കില്ല. അല്ലെങ്കിൽ കൂട്ടുകാരന്മാരുടെ മൊബൈൽ ഉപയോഗിച്ചിട്ടൊക്കെ എടുക്കുന്ന വീഡിയോ സാധാരണയുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് എടുക്കുക. പക്ഷെ അതല്ല നടക്കുന്നത്. പാവപ്പെട്ട ജനങ്ങൾക്ക് ഏത് രീതിയിൽ എന്തെങ്കിലും ഉപകാരപ്രദമാകാം എന്ന് ചിന്തിച്ചിട്ട് എടുക്കുന്ന വീഡിയോസാണ് ഞാൻ കണ്ടത്. അപ്പോൾ അവൻ വന്നു എന്നിട്ട് എൻ്റെ അടുത്തൊരു വാക്ക് പറഞ്ഞു, ഏട്ടാ ഞാൻ പരമാവധി പല പരിപാടികളിലും ഉണ്ടാകുമെന്നുള്ള ഒരു വാക്ക് തന്നു. TCS എന്ന് പറയും, എറണാകുളത്തുള്ളതാണ്. അതിൻ്റെ കേരളത്തിൻ്റെ ഹെഡായ ദിനേശ് സാറ് വരികയും അവന് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞത് ഒരു സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ അവന് കൈ കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം എനിക്ക് അവിടെ വെച്ചിട്ട് എറണാകുളത്ത് പോയപ്പോൾ എൻ്റെ കയ്യിൽ തരികയും ഞാൻ ഇന്നവനെ കൈമാറുകയും ചെയ്തു.